ഗായത്രി, നിന്നെ ഇവിടെ എത്തിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് ആരാണെന്ന് നിനക്ക് കാണണ്ടേ? കാണുമ്പോ അത് താങ്ങാനുള്ള മനസ്സും കൂടി നിനക്കുണ്ടാവും. ആരായാലും എനിക്ക് എന്താടാ? നിന്നെ പോലെ മറ്റൊരു ഭീരുവായിരിക്കും നിനക്ക് പിന്നിലും. എന്നാ പിന്നെ ആ ഭീരു ആരാണെന്ന് നീ തന്നെ കാണും. നോക്ക്, എന്താ ചേച്ചി, എന്നെ ഇവിടെ തീരെ പ്രതീക്ഷയില്ലല്ലേ? എടാ ദ്രോഹി, അപ്പൊ നീ ആയിരുന്നല്ലേ എന്നെയും ബാലുനെയും മോഹന? അയ്യോ സോറി ചേച്ചി, ഭാനു അവിടെ ഉണ്ടെന്ന് സത്യമായിട്ടും എനിക്കറിയില്ല. അല്ല, അവളെ കടത്തിക്കൊണ്ട് പോയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അതെ, ചേച്ചി അനിരുദ്ധനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഭാനു എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ചേച്ചി, ചേച്ചിക്ക് എന്നെ അറിയാലോ. പണ്ടേ ഞാൻ ആഗ്രഹിച്ചതൊന്നും സ്വന്തമാക്കാതിരുന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ചേച്ചിയുടെ വസ്തു. ഞാൻ ഇത്രയും നാളും കയ്യിൽ വെച്ചിരുന്ന വസ്തു ഒരു സുപ്രഭാതത്തിൽ കൈവിട്ടു പോവാന്ന് പറഞ്ഞാൽ ആരെങ്കിലും സഹിക്കൂ? അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചേച്ചിയെ ഇവിടെ കൊണ്ടുവന്നത്. മോഹന, നീ എന്നെ കൊന്നാലും ശരി, ആ വസ്തുവിൽ നിന്നും ഒരു പിടി മണ്ണ് പോലും നിനക്ക് കിട്ടാൻ പോകുന്നില്ലടാ. കിട്ടാൻ പോകുന്നില്ല. ചേച്ചി, എനിക്കറിയാം ചേച്ചിയുടെ കയ്യിൽ നിന്ന് അതെങ്ങനെ നേടിയെടുക്കണമെന്ന്. കെട്ടഴിക്കട്ടെ. വരട്ടെ, രജിസ്ട്രാർ വന്നിട്ട് മതി. നമുക്ക് ധൃതി വേണ്ട. അതുവരെ വെയിറ്റ് ആൻഡ് സീ.